ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു കപ്പ് മക്രോണി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പിയായ സ്നാക്സ് തയ്യാറാക്കാം. വളരെ ഈസിയായ മക്രോണി സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് മക്രോണി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. മക്രോണി വേവിച്ചെടുക്കാനായിട്ട് ഒരു 6 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കാത്ത രൂപത്തിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ ചേർത്ത് കൊടുക്കാം. വെന്ത് വരുന്ന ടൈമിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 250 ഗ്രാം മക്രോണിയാണ് നമ്മളിവിടെ വേവിച്ചെടുക്കുന്നത്. മക്രോണി ഇട്ട് കൊടുത്ത ശേഷം ഒന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഒരു 1/4 വേവ് മക്രോണി ആയാൽ മതി. നമ്മൾ സാധാരണ മക്രോണി മസാല തയ്യാറാക്കുന്ന രൂപത്തിൽ നല്ലപോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇത് ഊറ്റിയെടുക്കാം. മക്രോണി ഊറ്റിയെടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ചൊന്നിട്ട് ഊറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നല്ല പോലെ ഒന്ന് ചോർത്തിയെടുക്കാം. ശേഷം നമുക്ക് മക്രോണി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം പെട്ടെന്ന് ചോർന്ന് കിട്ടാൻ വേണ്ടി ഒരു കോട്ടൺ തുണിയിലൊക്കെ നിരത്തി ഒരു 5 മിനിറ്റ് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്താൽ മതി. ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ സ്നാക്സ് നല്ല പോലെ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മക്രോണി എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. 1 മിനിറ്റിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്തതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് 3 വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത മക്രോണിയിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ശേഷം ഒരല്പം ഉപ്പ് വിതറി കൊടുക്കാം. ഇനി നമുക്കൊരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഈ ഉപ്പിന് പകരം ബാഗ് സാൾട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ക്രിസ്പി മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.